കിച്ചണിൽ ഇതുപോലെ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാറ്. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എനിക്ക് ഏത് സമയം മുതലായിരിക്കാം എൻ്റെ ഓർമ്മകളെ, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഓർമ്മകളെ, ആദ്യത്തെ കുറേ ഓർമ്മകളൊക്കെ ചികഞ്ഞെടുക്കാൻ പറ്റുന്നതെന്ന് ഞാൻ കുറേ ചിന്തിച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പം ആദ്യം ഞാൻ നഴ്സറിയിൽ ചേർക്കുന്നതിന് മുന്നുള്ള സമയമാണെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ വീടെന്നുള്ള ഒരു ഓർമ്മ ചെറിയൊരു ഓലക്കെട്ടിടമാണ് കേട്ടോ. അപ്പോൾ അവിടെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് 2 കുഞ്ഞ് കുട്ടികളെയാണ് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ ആടൊക്കെ വളർത്തുന്ന ആ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ആ ആട്ടിൻകുട്ടികളെയൊക്കെ ഓർമ്മ വരും. പിന്നെ ആ വീടിൻ്റെ എല്ലാ ഭാഗമൊന്നും എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. അത്രയ്ക്കുള്ള ചെറിയ പ്രായമാണ്. ഞാൻ മാക്സിമം അങ്ങേയറ്റം മുതൽ ഞാൻ കാര്യങ്ങൾ ആലോചിക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ ഓർമ്മകളാണ്. പിന്നെ ആ സമയത്ത് എന്നെ നോക്കിയിരുന്നത് എൻ്റെ ഉമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ കൂടെ നിന്നിട്ട് ആ കൊച്ചുമാണ് എന്നെ നോക്കിയിരുന്നത്. എന്നെ കുളിപ്പിക്കാനും കണ്ണെഴുതാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ കണ്ണൊക്കെ എഴുതി കുളിപ്പിച്ച് കണ്ണൊക്കെ എഴുതി പൗഡറൊക്കെ ഇട്ട് ഒരുക്കി നിർത്താറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ സമയത്ത് കൊച്ചുമാരോടെയാണ് എനിക്ക് കൂടുതൽ അറ്റാച്ച് തോന്നിയിട്ടുള്ളതെന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഉമ്മ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കൊച്ചുമായ വഴക്ക് പറയുക, അവർ വിഷമിക്കുന്ന കണ്ടാൽ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് പിന്നീട് ഈ സമയങ്ങളിൽ ഞാനിങ്ങനെ ഓർക്കുമ്പോൾ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മനസ്സിൽ എത്ര ചെറിയ കുട്ടികളാണെങ്കിലും അത്രത്തോളം ഫീൽ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും മായാതെ കിടക്കുമല്ലേ. അങ്ങനെ ഞാനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പം അന്നത്തെ ആ മനോഹരമായ കാലങ്ങളുടെ ഓർമ്മകൾ കുറേശ്ശെ ഞാനിതുപോലെ വീഡിയോയിലൊന്ന് ഷെയർ ചെയ്യാമേ, വെറുതെ ഒരു രസം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷം. ആ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും ആ കാലങ്ങളെക്കുറിച്ചൊന്ന് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. ഇന്നത്തെ പോലെ ആഡംബരങ്ങളോ സൗഭാഗ്യങ്ങളോ ഒന്നുമില്ലെങ്കിലും എല്ലാവർക്കും ആ കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമാണല്ലേ. അപ്പോൾ മിക്കവരുടെയും കുട്ടിക്കാലം ഇതുപോലെ സന്തോഷം നിറഞ്ഞ ഓർമ്മകളും സന്തോഷങ്ങളുമായിട്ടായിരിക്കും അല്ലേ കടന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ ഇതുപോലെയുള്ള കുട്ടിക്കാലത്തെ മനോഹരമായിട്ടുള്ള ഓർമ്മകളെ കമൻറ്റായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കുക. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.